Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. മറ്റൂർ നെടുമ്പാശ്ശേരി എയർപോർട്ട് റോഡിൽ പിരാരൂർ ഷാപ്പിനോട് ചേർന്ന് പെരിയാറിൽ നിന്നും വെള്ളം കൊണ്ടുവരുന്ന തോട്ടിലേക്ക് രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ കക്കൂസ് മാലിന്യം ഒഴുക്കി. എപ്പോഴും തിരക്കേറിയ ഈ റോഡിൽ ദുർഗന്ധം മൂലം സഞ്ചരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. നിരീക്ഷണ ക്യാമറകളിലൂടെ പ്രതികളെ കണ്ടെത്തി ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകൻ വാവച്ചൻ താടിക്കാരൻ ആവശ്യപ്പെട്ടു. മറ്റൂർ നെടുമ്പാശ്ശേരി എയർപോർട്ട് റോഡിൽ പിരാരൂർ ഷാപ്പിനോട് ചേർന്ന് പെരിയാറിൽ നിന്നും വെള്ളം കൊണ്ടുവരുന്ന തോട്ടിലേക്ക് രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ കക്കൂസ് മാലിന്യം ഒഴുക്കി. എപ്പോഴും തിരക്കേറിയ ഈ റോഡിൽ ദുർഗന്ധം മൂലം സഞ്ചരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. മറ്റൂർ നെടുമ്പാശ്ശേരി റോഡിലെ പിരാരൂർ ജംഗ്ഷനിലെ ഷാപ്പിനോട് ചേർന്നുള്ള വളവിൽ ഈ തോട്ടിലേക്ക് ഏതോ സാമൂഹ്യ ദ്രോഹികൾ കക്കൂസ് മാലിന്യം ഇന്നലെ അർദ്ധരാത്രി ആണ് ഇവിടെ സംഭവിച്ചത്. ചാൾസ് ശോഭരാജിനെ പോയും വെല്ലുന്ന ഒരു ധൈര്യശാലിയായിരിക്കാം ഇത്രയും വലിയ തിരക്കേറിയ എയർപോർട്ട് റോഡിൽ ഈ പോക്കിരിത്തരം കാണിച്ചിരിക്കുന്നത്. ഇത് ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ഏതോ അറിയാവുന്ന ഏതോ വ്യക്തികളുടെ ഏതോ പിൻബലം ഇതിലുണ്ട് എന്ന് എനിക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എപ്പോഴും 24 മണിക്കൂറും എപ്പോഴും വണ്ടി ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്നൊരു റോഡാണിത്. അപ്പോൾ ഇത് ശക്തമായ നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും അത് ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. ഒരുപാട് വെള്ളം കൃഷി ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വെള്ളമാണിത്. ഇത് പെരിയാറിൽ നിന്നും കൈത്തോടായി വന്ന റോഡാണിത്. അപ്പോൾ ഇത്രയും വലിയ പോക്കിരിത്തരം കാണിക്കുന്നവരെ നിയമ നടപടിക്ക് കൊണ്ടുവരണമെന്നും ഇത് പോലീസിൻ്റെ ഭാഗത്ത് നൈറ്റ് പട്രോളിംഗ് കർശനമായി ഉണ്ടാവണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. നിരീക്ഷണ ക്യാമറകളിലൂടെ പ്രതികളെ കണ്ടെത്തി ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകൻ വാവച്ചൻ താടിക്കാരൻ ആവശ്യപ്പെട്ടു. രണ്ടാമത്തെ പ്രാവശ്യമാണത്. ഒരു 2-3 മാസം മുമ്പ് ഇതുപോലെ തന്നെ ഈ തേട് ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ക്യാമറ സംവിധാനങ്ങൾ നിലവിൽ ഈ വളവിലൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം കാരണം ഇത്രയും വലിയ പോക്കിരിത്തരം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിയമ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഭാരവാഹികൾ തയ്യാറാവണം എന്ന് മാത്രം പറഞ്ഞു.